ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരുന്ന നിങ്ങളുടെ മഹേഷിൻ്റെയും ഇഷിതയുടെയും നമ്മുടെ ചിപ്പി മോളുടെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ. അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവരാണ്. ഭയങ്കര സന്തോഷത്തിലാണ് സ്വപ്നവല്ലിയെ മാലതിയോട് പറഞ്ഞ് കുഞ്ഞിൻ്റെ ടോയ്സും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെക്കാനൊക്കെ ആയിട്ട് പറയുക കേട്ടോ. അപ്പോൾ കുഞ്ഞ് വരുമല്ലോ അല്ലേ? വക്കീൽ പറഞ്ഞുല്ലോ കുഞ്ഞിനെ കൊണ്ടുവരുന്ന്. മാലതി പറഞ്ഞു, കുഞ്ഞില്ലാതെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. എന്തായാലും നീ ഇതൊക്കെ പെട്ടെന്ന് റെഡിയാക്കൂട്ടോ. ആ സമയത്ത് സ്വപ്നവല്ലി കേൾക്കാണ് രാമേട്ടൻ പുറത്ത് ഹോളിൽ ഇരുന്നിട്ട് ഫോൺ വിളിക്കുക. വളരെ സന്തോഷം, വളരെ സന്തോഷം, ഓക്കെ 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 എന്നൊക്കെ. എന്തായാലും സ്വപ്നവല്ലി ഓർത്തു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് വിളിച്ചാണെന്നൊക്കെ ഓടി ചെന്നു കേട്ടോ. എന്താ ചിപ്പി വരുന്ന് വിളിച്ച് പറഞ്ഞതാണോ? അതൊന്നുമല്ല, അതെ ഒരു കല്യാണക്കാരിയാണേ. അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം. അപ്പോഴേക്കും നമ്മുടെ മഹേഷ് വന്നു കേട്ടോ. മഹേഷും വക്കീലും കൂടെ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ചിപ്പി മോളില്ല. മോനെ ചിപ്പി എവിടെ മോനെ എന്നും പറഞ്ഞിട്ട് ഈ പെണ്ണുപിള്ള പുറത്തൊക്കെ പോയി നോക്കുകയാണ്. പക്ഷേ ചിപ്പിയില്ല. മോനെ ചിപ്പി എവിടെ, എൻ്റെ ചിപ്പി മോൾ എവിടെ എന്നൊക്കെ ചോദിച്ച് സ്വപ്നവല്ലി. അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു, വിധി നമുക്ക് അനുകൂലമായില്ല. അപ്പോഴേക്കും വക്കീൽ നടന്ന കാര്യം പറയാണ്. അടുത്ത 10 ദിവസം കഴിയുമ്പോൾ ഒരു സിറ്റിംഗ് കൂടി ഉണ്ടാകും. അതുവരെ ചിപ്പി രചനയുടെ കൂടെ ആയിരിക്കും. വക്കീലെ, എൻ്റെ മോൻ്റെ മനസ്സ് നിങ്ങൾക്കറിയാവോ? ഇവന് കുഞ്ഞിനോടുള്ള സ്നേഹം ഞങ്ങൾക്കേ അറിയൂ. എന്താ ചെയ്തത്? കുഞ്ഞിനെ കളഞ്ഞിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ ഓടിപ്പോയ അവളാണോ ശരി? സമാധാനമായിട്ടിരിക്കൂ. ഈ കേസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങളുടെ കയ്യിലുണ്ട്. 10 ദിവസം ഉണ്ട്. നമുക്ക് ചിപ്പി ഇവിടെ കൊണ്ടുവരാം. ചിപ്പി ഈ വീട്ടിൽ താമസിച്ചാലേ സമാധാനം ഉണ്ടാവുമെന്ന് കോടതിയെ ഞാൻ ബോധ്യപ്പെടുത്തും. ഈ കേസിനെതിരെ മിസ്സസ് രചന മഹേഷ് വേണ്ട വക്കീലെ, രചന മഹേഷൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ഇപ്പം വെറും രചന അല്ല, നിയമപ്രകാരം ഭാര്യയാണല്ലോ. അതാ ഞാൻ പറഞ്ഞത്. വേണ്ട, രചന മഹേഷ് എന്ന് പറയണ്ട, വെറും രചന. അവളുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. കോടതിയല്ല ആര് പറഞ്ഞാലും ചിപ്പിയെ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് സ്വപ്നവല്ലി അലറാണ് കേട്ടോ. അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു, അമ്മേ സാരമില്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ രാമനും പറഞ്ഞു, വേണം, പരിഹാരം ഉണ്ടാക്കണം. എങ്ങനെ കഴിഞ്ഞായതാ എൻ്റെ മകൻ. എന്ന് അവൾ ഇറങ്ങിപ്പോയോ അന്ന് എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് ചിരി മാഞ്ഞതാണ്. അവൾ ഇന്ന് വരെ കുഞ്ഞിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചിട്ട് പോലുമില്ല. 6 മാസം പ്രായമുള്ളപ്പോൾ ഇട്ടിട്ട് പോയതാ. അവൾക്കിപ്പോൾ എന്താ അവകാശം കുഞ്ഞിനെ കിട്ടാനായിട്ട് എന്നൊക്കെ സ്വപ്നവല്ലി ഇങ്ങനെ ചോദിക്കുക. വക്കീൽ നിയമം പറഞ്ഞല്ലോ, സമ്മതിച്ചു. 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ വേണ്ടാന്ന് വെച്ച് ഇറങ്ങിപ്പോയ അമ്മയ്ക്ക് വിട്ടുകൊടുക്കാൻ നിയമമുണ്ടോ? ഞങ്ങളല്ലേ കുഞ്ഞിനെ വളർത്തിയത്. എന്ന് മുതൽ അവൾ ചിപ്പിയുടെ അമ്മയായത്? എൻ്റെ മോനെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ. അപ്പോഴേക്ക് രാമനും പറഞ്ഞു, ചിപ്പി ഒരിക്കലും അവിടെ സേഫ് അല്ല എന്ന്. അമ്മയുടെ അർത്ഥം ഒരിക്കലും രചനയ്ക്ക് അറിയില്ല. ഞാൻ എല്ലാവരോടും കൂടി പറയാ, ഞാൻ കുമ്പിടുന്ന സ്വാമി കൈവിടില്ല. എന്നെ ചിപ്പിയെ എൻ്റെ അടുത്ത് കൊണ്ടുവരും. അപ്പോഴേക്കും മഹേഷ് വക്കീലിനോട് പറഞ്ഞു, വക്കീലെ, അടുത്ത 10 ദിവസത്തിനുള്ളിൽ എൻ്റെ കുഞ്ഞ് അടുത്ത് വേണം. 10 ദിവസം സമയമുണ്ട്, അറ്റ് എനി കോസ്റ്റ്. അപ്പോഴേക്കും മഹേഷ് കണ്ണ് നിറഞ്ഞിട്ടാണ് ഇത്രയും പറഞ്ഞത്. വക്കീൽ അങ്ങ് പോവുകയും ചെയ്തു. സ്വപ്നവല്ലി മകനെ സമാധാനിപ്പിക്കാൻ തുടങ്ങിയപ്പോഴേക്കും മഹേഷ് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. മാലതിയോട് പറഞ്ഞു, കണ്ടോ എൻ്റെ മോനെ കണ്ടോ, അവൻ ആകെ തകർന്നു പോയിരിക്കുക എന്നും പറഞ്ഞിട്ട് സ്വപ്നവല്ലി കരഞ്ഞപ്പോഴേക്കും, വാ സ്വപ്നമേ, സാരമില്ല, ചിപ്പിമോള് വരും എന്നൊക്കെ പറഞ്ഞിട്ട് മാലതി സമാധാനിപ്പിക്കുക. എൻ്റെ മോൻ ഇനി അവൻ ഒറ്റയ്ക്ക് പോയിരുന്ന് കരയും, പാവം എൻ്റെ മോൻ എന്നും പറഞ്ഞ് സ്വപ്നവല്ലി കരച്ചിൽ. ബാ സ്വപ്നമേ ബാ, ഉടനെ കുറച്ച് വെള്ളം കുടിച്ച് എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുക. രാമനും ഇതൊക്കെ കണ്ട് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇതേ സമയം ഉണ്ടല്ലോ, നമ്മുടെ ഇഷിത റൂമിൽ വന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുക. കിടക്കാറായിട്ടും ആലോചന കഴിയുന്നില്ല. നമ്മുടെ സുചിത്ര ചോദിച്ചു, എന്തുവാ ഈ ആലോചിച്ച് കൂട്ടണേ? അല്ല, പല ആംഗിളുകളിലൂടെയും ഞാൻ അയാളെ നോക്കിക്കാണുമായിരുന്നു. ഓരോ ദിവസം ഓരോ മുഖം. ചില സമയം സ്നേഹസമ്പന്നനായ അച്ഛൻ, ചില സമയം വെറുക്കപ്പെട്ട അച്ഛൻ. സൗഹൃദത്തിൻ്റെ ആംഗിളിലൂടെ നോക്കിയ നല്ല മാന്യൻ, ചിലപ്പോൾ അയാൾ വൃത്തികെട്ടവൻ, ചിലപ്പം നല്ല മാന്യൻ. പിന്നെ എൻ്റെ ആംഗിളിലൂടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ലവ്വിങ്, എന്നോടുള്ള സമീപനം ചിലപ്പോൾ തല്ലി കൊല്ലാൻ തോന്നും. എൻ്റെ പൊന്നി ചേച്ചി, സമയം എത്രയെന്നറിയാവോ? ഉറങ്ങണ്ടേ? അപ്പം നിനക്ക് ഈ ഒരു ചിന്തയുള്ളോ എന്ന് ഇഷിത ചോദിച്ചപ്പം, ഇല്ല, ഒരു ചിന്തയും കൂടി ഉണ്ട്, ഫുഡ്. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇല്ല ചേച്ചി പറയുന്ന കഥയുടെ ക്ലൈമാക്സ് മഹേഷ് ചന്ദ്രനെ കുറിച്ചല്ലേ? ചേച്ചി പറ, ഞാൻ കേൾക്കാം. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് നീ കേൾക്കണ്ട. അല്ല ചേച്ചി, പറ, ഞാൻ കേൾക്കാം, ഇൻട്രസ്റ്റഡാ. അതെ, ഇന്ന് ചിപ്പിയോട് കൂടുതൽ സ്നേഹപ്രകടനമൊന്നും അയാൾക്ക് ഇന്ന് കോടതിയിൽ വെച്ച് നടത്താൻ പറ്റില്ല. കോടതി ഇടപെടുവോ, തനിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുവോ എന്നൊരു പേടിയൊക്കെ അയാളുടെ മുഖത്ത് കണ്ടു.
കണ്ടു നിന്ന എൻ്റെ മനസ്സ് ചോദിച്ചത് കുഞ്ഞിനെ ഒന്ന് ഉമ്മ വെക്കാനായിട്ട് ആരെയാ ഭയക്കുന്നതെന്നാ. എൻ്റെ നിഗമനമൊക്കെ ശരിയായിരുന്നു. ചില മനസ്സുകൾ അങ്ങനെയാ, പൊട്ടിപ്പൊളിച്ച് നോക്കിയാലും അതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ കഴിയില്ല. അപ്പോൾ ചേച്ചിയോട് ഞാനൊരു സത്യം പറയട്ടെ എന്ന് സുജിത്ര ചോദിച്ചപ്പോഴേക്കും, അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് നുണയാ? അല്ല ചേച്ചി, ചേച്ചി പൊട്ടക്കഞ്ചി വീണ് കിടക്കുക. ചേച്ചി കാണുന്നത് മഹേഷിനെയും ചിപ്പിയും മാത്രമാണ്. മഹേഷിനെ ഞാൻ കാണുന്നുണ്ട്, പക്ഷേ ആ കാഴ്ചയിൽ ഒരു ചലനവും സൃഷ്ടിക്കുന്നില്ല. പക്ഷേ ചിപ്പി അങ്ങനെയല്ല. ഹൃദയത്തിൻ്റെ ആ ഒരു ചലനം പോലെ എപ്പോഴും എൻ്റെ ചിപ്പി എൻ്റെ ഹൃദയത്തിൽ തുടിച്ചുകൊണ്ടേ ഇരിക്കുക. ആ തുടിപ്പ് ഒരു ദിവസം നിലച്ചാലോ എന്ന് സുചിത്ര ചോദിച്ചപ്പോൾ ഞെട്ടിയിട്ടോ. തുടിപ്പ് നിലയ്ക്കേ? യോ ചേച്ചി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. കുഞ്ഞിനെ കാണാൻ പറ്റാണ്ട് വന്നാലോ? എന്നാലും എൻ്റെ ശ്വാസത്തിൽ അവളുണ്ടാകും. ഓ, ഞാൻ ഈ തീസിസ് കൺക്ലൂഡ് ചെയ്യാട്ടോ. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ച് കേൾക്കണം ചേച്ചി. ചേച്ചിക്ക് ഒരിക്കലും മഹേഷിനെ ശത്രു സ്ഥാനത്ത് നിർത്താനായിട്ട് കഴിയില്ല. കാരണം ചിപ്പിക്ക് വേണ്ടിയിട്ട് ചേച്ചി എല്ലാം പൊറുക്കും. ഇത് ഒരു പ്രവചനമാണെന്ന് തന്നെ ചേച്ചി കൂട്ടിക്കോ. ഈ പ്രവചനം 3 മാസത്തിനുള്ളിൽ സംഭവിക്കും. ഇനി ഉറങ്ങാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല ചേച്ചി. ചേച്ചി ആലോചിക്കോ എന്താച്ചാ ചെയ്യുക. എന്തായാലും ഞാൻ കിടക്കുക എന്നും പറഞ്ഞിട്ട് സുചിത്ര അങ്ങോട്ട് കിടന്നു. എന്തായാലും സുചിത്ര പറഞ്ഞത് തള്ളിക്കളയാനായിട്ട് ഇഷിതയ്ക്ക് സാധിച്ചില്ല കേട്ടോ. ഇതേ സമയം മഹേഷ് ആണെങ്കിൽ ഉറങ്ങാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം മഹേഷ് കടന്നു വന്നത് ഒരു വലിയ ദുരിതത്തിലൂടെയാണ്. 6 മാസം പ്രായമായ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയൊരു ഭാര്യ, കുഞ്ഞ് മുലകുടി മാറാത്ത ആ കുഞ്ഞ് കിടന്ന് കരയുന്ന കരച്ചിൽ എങ്ങനെ നിർത്തണം എന്നറിയാത്ത ഒരു അച്ഛൻ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി. ആ ഒരു മഹേഷിന് ഈ ഒരു ഇന്നത്തെ ആ ഒരു ദിവസമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. കാരണം ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് ആ എടുക്കാൻ പോലും തനിക്ക് സാധിച്ചില്ല. ആ സമയത്ത് ഓർമ്മ വരുന്നത് 6 മാസം പ്രായമായ കൊച്ച് ഇവൾ പോയി അന്ന് കിടന്ന് കരയുന്നൊരു കരച്ചിലുണ്ട്. ആ കരച്ചിലാട്ടോ ഓർമ്മ വരുന്നത്. മോള് കരയുണ്ടാന്നും പറഞ്ഞ് കുഞ്ഞിനെ സമാധാനിപ്പിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുകയാണ്. കൊച്ച് പക്ഷേ വിശന്ന് കരച്ചിലോട് കരച്ചിൽ. 6 മാസമല്ലേ ആയുള്ളൂ. എന്തായാലും അവൻ തീരുമാനിച്ചു എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, അവളെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. അതായത് ഇപ്പോഴല്ല കേട്ടോ, 6 മാസം, അത് പണ്ടത്തെ കഥയാണ് കാണിക്കുന്നത്. 6 മാസം പ്രായമായ കുഞ്ഞിനെ രചന ഉപേക്ഷിച്ച് പോയപ്പോൾ മഹേഷ് സങ്കടപ്പെട്ട കാര്യം, അല്ലെങ്കിൽ മഹേഷ് ഇവളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ച കാര്യമൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്. അവൻ അനുഭവിച്ച ആ ഒരു ക്രൂരതകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇനി ഫ്ലാഷ് ബാക്ക് പോലെ മഹേഷ് ഓർക്കുന്നതായിട്ട്. രചനയാണെങ്കിൽ സന്തോഷത്തോട് കൂടിയിട്ട് ആകാശിൻ്റെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആകാശ് വന്നിട്ട് രചനയുടെ അടുത്തിരുന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത്, ആകാശേ, ഞാൻ എൻ്റെ മുലകുടി മാറാത്ത കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. എല്ലാം ആകാശിനുള്ള വിശ്വാസം കൊണ്ടാണ്. എനിക്കറിയാടോ, നിൻ്റെ ഈ വിശ്വാസം ഞാൻ സംരക്ഷിക്കും. എൻ്റെ ആഗ്രഹപ്രകാരം എൻ്റെ കൂടെ ജീവിക്കാൻ വന്നവളാ നീ. അതിനർത്ഥം ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നു എന്നാണ്. ആ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല രചന. ഞാൻ നിൻ്റേത് മാത്രമാണ്. ദാരിദ്ര്യമില്ലാത്ത നിൻ്റെ ഇഷ്ടങ്ങൾക്ക് മാത്രം ഒപ്പം ജീവിക്കാൻ കഴിയുന്ന സന്തോഷകരമായൊരു ജീവിതം നമ്മളെല്ലാവർക്കും മുന്നിൽ ജീവിച്ച് കാണിക്കും. ഇതേ സമയം നമ്മുടെ മഹേഷ് വന്നു കേട്ടോ. ആ വീടിന് പുറത്ത് മഹേഷ് വന്നിട്ട് ബെല്ലടിച്ചിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇതാരാ ഇപ്പോൾ ഇത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇവിടെ തൊട്ട് തലോടി തഴുകിയിരിക്കുമായിരുന്നു ആകാശം. അപ്പോഴാണ് പുറത്ത് കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. ഇതാരപ്പോൾ ഇത് എന്നും പറഞ്ഞിട്ട് പോയി കഥക് തുറന്ന് നോക്കിയപ്പോഴേക്കും ദാ നിൽക്കണു മഹേഷിനെ കണ്ടതും, നീ എന്താടാ ഇവിടെ? അത് സാർ നീ എന്താ ഇവിടെ? ഓഫീസിൽ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അത് ഓഫീസിൽ, എനിക്ക് ഇവിടെ വെച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പം ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ വന്നതാ. കൊള്ളാലോ, നിൻ്റെ ഭാര്യ ഇവിടെയോ? നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അല്ല, നീ പറഞ്ഞോ നിൻ്റെ ഭാര്യയോട് ഇവിടെ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട്? നീ പറഞ്ഞോ എൻ്റെ കൂടെ ദരിദ്രമായിട്ട് കഴിയേണ്ട, എന്നോടൊപ്പം ഇവിടെ വന്ന് കഴിയാനായിട്ട്? അവക്ക് നിന്നെ വേണ്ട. നീ എൻ്റെ കമ്പനിയിൽ വെറും ഒരു ജോലിക്കാരൻ മാത്രമാണ്. അപ്പം സാർ പ്ലീസ്, രജനി ഒന്ന് കണ്ടിട്ട് ഞാൻ പൊക്കോളാം. ആയിക്കോട്ടെ, നിനക്ക് എൻ്റെ കാല് പിടിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കാണാം. പാവം ആ ആകാശ് നമ്മുടെ മഹേഷ് ആകാശിൻ്റെ കാല് പിടിച്ച് പൊട്ടിക്കരയാണ് കേട്ടോ, തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട്. സാരമല്ല, ലീവ് ഇറ്റ്, എഴുന്നേക്ക ഡാർലിങ്, രചന, മൈ ഡിയർ, പ്ലീസ് കം എന്നൊക്കെ പറഞ്ഞവൻ അകത്തേക്ക് നോക്കി വിളിക്കുക കേട്ടോ. അങ്ങനെ രചന വന്നപ്പോഴേക്കും ദാ നിൽക്കുന്നു മഹേഷിനെ കണ്ടത് ഇവളുടെ മോഹം അങ്ങോട്ട് കയറി കറുത്തു. ഇത് മഹേഷ് എൻ്റെ കമ്പനിയിലെ LD ക്ലർക്കാണ്. നാളെ വീട്ടു സാധനങ്ങളോ മറ്റോ വേണമെങ്കിലേ ഇവനോട് പറഞ്ഞാൽ മതി. ഇവന് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. സംസാരിക്കടാ. അപ്പോഴേക്കും മഹേഷ് രചനയോട് പറഞ്ഞു, താൻ എന്തായാലും ഒന്ന് തീരുമാനിച്ചിറങ്ങി. പക്ഷേ ഉപേക്ഷിച്ചത് താൻ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെയാണ്. എന്നെ വേണ്ടെന്ന് വെച്ചോ, പക്ഷേ മുലുകിട് കിട്ടാതെ കരയുന്ന കൊച്ചിനെ
ഈ കരയുന്ന കുഞ്ഞിനെ എനിക്ക് അടക്കി നിർത്താൻ പറ്റുന്നില്ല. ഒരു 6 മാസം കൂടി എൻ്റെ കൂടെ താമസിക്കണം. അപ്പോൾ ഇനിയൊരു മടക്കമില്ല എന്ന് രചന നിർദാക്ഷിണ്യം പറയുകയാണ്. അപ്പോൾ ആകാശ് പറഞ്ഞു, കേട്ടല്ലോ, എന്നാൽ ഒരു കാര്യം ചെയ്യാം, 6 മാസം കുഞ്ഞിനെ ഞാൻ നിൻ്റെ കൂടെ കൊണ്ട് നിർത്തട്ടെ. അതിനുശേഷം പാലുകൂടി മാറിയിട്ട് ഞാൻ കൊണ്ടുപോയിക്കോളാം. ഒരു അമ്മയുടെ പരിഗണന അവൾക്കിപ്പോൾ വേണ്ടത്, അമ്മയുടെ സമീപനം വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് രചന പറഞ്ഞു, വേണ്ട, കൊണ്ടുവരണ്ട. അപ്പോഴേക്കും മഹേഷ് ചോദിച്ചു, നിനക്ക് നിൻ്റെ കുഞ്ഞിനെ വേണ്ട രചന? വേണ്ട എന്ന് പറഞ്ഞവൾ ആ മോള് 2ാം നിലയിലേക്ക് കയറി അങ്ങോട്ട് പോവാണ് കേട്ടോ, ആകാശിൻ്റെയും മഹേഷിൻ്റെയും മുന്നിൽ കൂടി. രചന എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ ഇനി ഇവിടെ നിന്ന് സെക്യൂരിറ്റിക്ക് പണിയാകും, പോടാ എന്നും പറഞ്ഞ് ആകാശ് ആ കഥ അങ്ങോട്ട് അടച്ചു. മഹേഷിൻ്റെ ഒരു കരച്ചിലുണ്ട്, കരഞ്ഞ് തളർന്നിറങ്ങി പോരുന്ന ഒരു മഹേഷിൻ്റെ ആ ചെവിയിലേക്ക് അലയടിക്കുന്നത് മൊത്തം തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിലാണ്. മഹേഷിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിലാട്ടോ പിന്നെ കാണിക്കുന്നത്. മഹേഷ് അവിടെ ഇരുന്ന് കരയാണ്, കരഞ്ഞ് കണ്ണൊക്കെ തുടച്ചിങ്ങനെ എഴുന്നേറ്റ് നടക്കുക, ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും മഹേഷിൻ്റെ അമ്മ വന്നു, കണ്ണൊക്കെ തുടച്ച് പെട്ടെന്ന്, നീ ഉറങ്ങിയില്ലേ മോനെ? എന്താ പറ്റി നിനക്ക് എന്ന് ചോദിച്ചുകൊണ്ട് സമാധാനിപ്പിക്കുകയാണ്. ചിപ്പി ഓർത്തിട്ടാണോ നീ ഉറങ്ങാതെ നിൽക്കുന്നത്? കുഞ്ഞിനോടുള്ള മോൻ്റെ സ്നേഹം അമ്മയ്ക്ക് അറിയാം, എല്ലാം എൻ്റെ മോൻ മനസ്സിലൊതുക്കുകയാണെന്നും അമ്മയ്ക്ക് അറിയാം. സങ്കടപ്പെടേണ്ട മോനെ, നീ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക, അത്രയെങ്കിലും ആശ്വാസമാവൂലേ നിനക്ക്? ചിപ്പി വരും മോനെ, രചന ഒരിക്കലും നല്ലൊരു അമ്മയല്ല, എത്രയും വേഗം നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മോളെ അവളുടെ ആഗ്രഹപ്രകാരം സ്നേഹിക്കാൻ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല, അവളുടെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ ചിപ്പി അടുത്തില്ലാത്തപ്പോഴാണ് അവൾ എനിക്ക് എത്രത്തോളം വലുതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അമ്മയും അച്ഛനെയൊക്കെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയപ്പോൾ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ മോളെ ഓർത്തിട്ട് എനിക്ക് ഭയമാണമ്മേ എന്ന് പറഞ്ഞ മഹേഷ്. ചിപ്പിയെ അവൾ കൊണ്ടുപോയത് പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അവൾ ഒരിക്കലും ചിപ്പിയെ സ്നേഹിക്കില്ല. അപ്പോഴേക്കും സ്വപ്നവല്ലി പറഞ്ഞു, മോൻ അവിടെ ഇരിക്കും മോൻ, അമ്മ പറയുന്നത് മോൻ സീരിയസ് ആയിട്ട് കേൾക്കണം. നമ്മൾ ഈ കേസ് ജയിക്കും. ചിപ്പി ഈ വീട്ടിലേക്ക് തന്നെ വരികയും ചെയ്യും. പക്ഷേ അതുകൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല മോനെ. നീ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ആളാ. മോളെ നോക്കുന്നതിനും ലാളിക്കുന്നതിനൊക്കെ എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. പക്ഷേ നീ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ അവൾ ചിപ്പിയുടെ അമ്മയാകും. പക്ഷേ മഹേഷ് അപ്പോഴേക്കും അമ്മയുടെ അരികിൽ നിന്ന് എഴുന്നേറ്റു കേട്ടോ. കാരണം ഒരിക്കലും അവനത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ചിപ്പിയുടെ 2ാനമ്മയല്ലേ. അവൻ എന്തൊക്കെയോ ആലോചിക്കുന്നത് കണ്ടിട്ട് സ്വപ്നവല്ലി പറഞ്ഞു, മോനെ നീ വിഷമിക്കണ്ട, നീ ആലോചിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ചിപ്പിക്ക് 2ാനമ്മയല്ലേ അവൾ എന്നല്ലേ നീ ആലോചിക്കുന്നത്. പക്ഷേ നല്ലൊരു അമ്മയാണെങ്കിൽ, നല്ലൊരു പെണ്ണാണെങ്കിൽ അവൾ ചിപ്പിയെ സ്വന്തം മകളായിട്ട് കൊണ്ട് നടക്കും. ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണ് വളർന്നത്? യശോദയിലൂടെയല്ലേ. യശോദ സ്വന്തം അമ്മ തന്നെ ആയിരുന്നില്ലേ? പക്ഷേ യശോദ പ്രസവിച്ചല്ലോ കൃഷ്ണനെ വളർത്തിയതുപോലെ നീ കിട്ടുന്ന പെണ്ണ് ചിപ്പി മോളെ വളർത്തും. യശോദയെ പോലൊരു പെൺകുട്ടി നിന്റെ ജീവിതത്തിലേക്ക് വരും. അവൾ യശോദയും ചിപ്പി ഉണ്ണിക്കണ്ണനും ആകും. ഉണ്ണിക്കണ്ണനെ നന്നായിട്ട് നിൻ്റെ യശോദ നോക്കും എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. ആ യശോദ നോക്കുന്നൊക്കെ ആ ഒരു സമയത്ത് ഇവൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് ചിപ്പിമോൾ ഉണ്ണിക്കണ്ണനായിട്ട് ഇങ്ങനെ ഓടി വരുന്നതും പുറകെ ഓടി വരുന്ന നമ്മുടെ ഇഷിതയാണ്. ഇന്നത്തെ ഇഷിതയുടെയും ചിപ്പിയുടെയും കളിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അത് പെട്ടെന്ന് ആ ഒരു രീതിയിലൊക്കെയാണ് ഇവന് തോന്നിയത്. പെട്ടെന്ന് മനസ്സിൽ നിന്ന് ആ ചിത്രം അങ്ങ് മായ്ച്ചു കളയാനായിട്ട് ശ്രമിച്ചു. പക്ഷെ വീണ്ടും മനസ്സിലേക്ക് തെളിഞ്ഞു വരിക. അമ്മ പറയുമ്പോൾ മോന് സംശയം ഉണ്ടാകും, യശോദയെപ്പോലെ ഒരു പെൺകുട്ടി നിൻ്റെ ജീവിതത്തിലേക്ക് വരുമോ എന്ന്. പക്ഷേ അമ്മയ്ക്ക് ഒരു സംശയമില്ല, വരും. ഒരു യശോദ നിൻ്റെ ജീവിതത്തിലേക്ക് വരും, ചിപ്പിമോളെ സ്നേഹിക്കുന്ന ഒരു യശോദ. അപ്പോൾ മഹേഷ് വീണ്ടും ഓർക്കുകയാണ് വെണ്ണ കട്ട നിന്ന് നമ്മുടെ ചിപ്പിമോളും അതുപോലെ വെണ്ണ നട്ട് തിന്നുന്ന ചിപ്പിക്കണ്ണൻ എന്ന് പറയാം, ചിപ്പിക്കണ്ണനും പിന്നെ നമ്മുടെ യശോദാമ്മയും അല്ല ഇഷിതാമ്മയും. ഇഷിത കുഞ്ഞിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതും അത് നമ്മുടെ മൗലിപ്പീലി ചാർത്തി എന്നുള്ള പാട്ടിൻ്റെ അകമ്പടിയോട് ഇങ്ങനെ കാണിക്കുക. സ്വപ്നവല്ലി പറഞ്ഞു മഹേഷിനോട്, ഞാൻ എന്നും ഈ സ്വാമിയെ കുമ്പിടുന്നത് എൻ്റെ മകന് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് സംഭവിക്കും. ആ മോൻ താലി കിട്ടുന്ന ആ ദിവസം വന്നു ചേരും. ചിപ്പി മോൾക്ക് നല്ലൊരു അമ്മയെയും കിട്ടും. പെട്ടെന്ന് മഹേഷിൻ്റെ മനസ്സിലേക്ക് ഈ ഇഷിത യശോദയായിട്ട് നിന്നിട്ട് ഇവന് മാലയിടുന്നതാണ് കേട്ടോ. ഒരിക്കലും ഞാൻ ഓർത്തത് ആരുടെയും സ്വപ്നമായിരിക്കുന്നു. പക്ഷെ വെറും സ്വപ്നമല്ല, മഹേഷ് ഓർക്കുന്നത് തന്നെയാണ്. വെളിവോടുകൂടി തന്നെ ഓർക്കുന്നത് മഹേഷിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്തായാലും മാലയൊക്കെ ഇട്ട് രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. സിയോഗി, താങ്ക് യു.